വെൽക്കം ടു ജോളീസ് കുലീന. ഇന്ന് ഞാൻ ഒരു തേങ്ങ തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ബൗൾ തേങ്ങ തിരികിയത്, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ പരിപ്പ്, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ്. ഇത്രയും കൂടിയിട്ട് വറുക്കണം. ഇതിലേക്ക് 1 പീസ് ഇഞ്ചി, 5-6 ചെറിയ ഉള്ളി, ഒരു 3 മുളക്, മുഴുവൻ മുളകാണ്. ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും കൂടിയിട്ട് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്, വറുത്തത്. ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. അതും കൂടെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണിത്. തേങ്ങ തക്കാളി ചമ്മന്തിയാണ് ഇതിൻ്റെ പേര്. അപ്പം നല്ല ടേസ്റ്റാണ്. ഈ വർഗ്ഗങ്ങളൊക്കെ ഇടുന്നുണ്ട്. കടലയും പരിപ്പും ഉഴുന്നും ചെറുപയർ പരിപ്പൊക്കെ കൂടെ ഇട്ടുകൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ചമ്മന്തിക്കും ഇതേപോലെ നല്ല മണവും ടേസ്റ്റുമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ചമ്മന്തിയുടെ കൂട്ട് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തിക്ക് കൂട്ടിയിടാൻ പോകുകയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി തുടങ്ങി. അതിലേക്ക് 2 ഉണക്കമുളക്, 1 തണ്ട് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന ചമ്മന്തിയുടെ കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും അപ്പത്തിനും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് തേങ്ങ തക്കാളി ചട്നി. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അധികം വെള്ളമാക്കാതെ കുറച്ച് കട്ടിക്ക് തന്നെ ഇത് ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. വെള്ളം ഒഴിച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ഇങ്ങനെ കട്ടിക്ക് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.